സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 7ാമത്തെ ഭാഗമാണ്. അതായത് സ്ലോപ്പ് ഓഫ് എ ലൈൻ, ചരിവാണ് പഠിക്കുന്നത്, ഒരു വരയുടെ ചരിവ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച എന്താണ്, രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ, രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നാൽ അവയുടെ y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ്, y സൂചക സംഖ്യകളുടെ വ്യത്യാസം, അതായത് y2 മൈനസ് y1 എന്ന് പറയുന്നത് x2 മൈനസ് x1ന്റെ, അതായത് x സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, m ഇൻറ്റു x2 മൈനസ് x1. ഈ എമ്മിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലൽ അല്ലാത്ത ലൈൻസിൽ, എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമല്ലാത്ത ചെരിഞ്ഞു കിടക്കുന്ന വരകളിൽ വൈകൾ തമ്മിലുള്ള വ്യത്യാസം, വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരകളെ ഇങ്ങോട്ട് മാത്രം ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാമെന്നല്ല, ഇങ്ങനെയും വരയ്ക്കാമല്ലോ അല്ലെ. അപ്പൊ ഞാൻ രണ്ട് കേസുകളും വരച്ച് കാണിക്കാം, ആക്സിസ് വെച്ചിട്ട് വരച്ച് കാണിക്കാം, എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ 3 വരകൾ വരച്ചിട്ടുണ്ട്. ഇവ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന കോണുകളാണ് ഇത് അല്ലെ. ഇവിടെ സ്ലോപ്പ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതിസംഖ്യ ആയിരിക്കും. എന്നാൽ അതായത് ഇതെല്ലാം ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന, ഇനി ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന വരകൾ വരച്ച് കാണിക്കാം. ഇവിടെയും ഞാൻ 3 വരകൾ ഉദാഹരണമായിട്ട് വരച്ചതാ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാ അല്ലേ. ഇവിടെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യ ആയിരിക്കും, ന്യൂനസംഖ്യ ആയിരിക്കും. പിന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് അഥവാ ചെരിവ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഭിന്നസംഖ്യ വരാം, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സ്ലോപ്പ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഈക്വൽ ടു, നമുക്ക് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അതായത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനാണ്, ഗുണിച്ചിരിക്കുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമാണ്. അപ്പോൾ y2 മൈനസ് y1 ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതായത് y വ്യത്യാസങ്ങളെ x വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ചരിവ് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പേജ് നമ്പർ 248 ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ഈച്ച് പെയർ ഓഫ് ദി പോയിന്റ്സ് ബിലോ. അതിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് 2, 3, 4, 5. നമുക്ക് ഇതിനെ x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എടുക്കാം. അപ്പൊ സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമവാക്യം എന്താണ്? അതിന്റെ ആൽഫബറ്റ് എന്താണ്? m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെ y2 ആയിട്ട് കിടക്കുന്നത് 5 മൈനസ് y1 ആയിട്ട് കിടക്കുന്നത് 3 ബൈ x2 ആയിട്ട് കിടക്കുന്നത് 4 മൈനസ് x1 ആയിട്ട് കിടക്കുന്നത് 2. 5 മൈനസ് 3 2 ആണല്ലോ, 4 മൈനസ് 2 2 ആണ്. ഇപ്പൊ 2/2 എന്ന് പറയുന്ന 1 ആണ്. അതായത് സ്ലോപ്പ് അഥവാ ചെരിവ് 1 കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2, 3, 4, 1. ഇവിടെയും നമുക്ക് സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ചെരിവെന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഇവിടെ x1 y1 x2 y2. ഇപ്പോൾ y2 എന്ന് പറയുന്ന 1 മൈനസ് y1 എന്ന് പറഞ്ഞ 3 ബൈ x2 എന്ന് പറയുന്ന 4 മൈനസ് x1 2. 1 മൈനസ് 3 എന്ന് പറയുന്ന മൈനസ് 2, 4 മൈനസ് 2 എന്ന് പറയുന്ന 2. അപ്പോൾ 2/2 1 ആണ്, അപ്പോൾ നെഗറ്റീവ് 1. ഇനി മൂന്നാമത്തെ നോക്കാം. 1 1 മൈനസ് 1 മൈനസ് 1. ഇവിടെ സ്ലോപ്പാണ് കാണേണ്ടത്. m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 മൈനസ് 1 ആണ്, മൈനസ് ഈ മൈനസ് ഇട്ടു. ഇനി y1 എന്ന് പറഞ്ഞാൽ 1 ബൈ x2 എന്ന് പറയുന്നത് -1
എന്നിട്ട് ഈ മൈനസ് ഇട്ടു, x1 1. അപ്പം -1 -1 രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ 1 + 1 2 നെഗറ്റീവ് സൈൻ ഇടുക. ഡിനോമിനേറ്ററും സെയിം അല്ലേ, ഇപ്പോൾ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1. ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ പോയിന്റ്സ് 0 1 1 0. ഇവിടെ സ്ലോപ്പ് ആണല്ലോ കണ്ട, ചരിവാണ്. y2 - y1 / x2 - x1. y2 എന്ന് പറയുന്നത് 0 -y1 1 / x2 എന്ന് പറയുന്നത് 1 - x1 0. 0 - 1 -1 ആണ്, 1 - 0 1 ആണ്. 1/1 1 ആണ്, പക്ഷെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആൻസർ -1. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 5 ഈസ് -2/3. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 അതർ പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. ഒരു വരയുടെ ചരിവ് -2/3 ആണ്. 2 5 എന്ന ബിന്ദുവിൽ കൂടെയാണ് ആ വര കടന്നു പോകുന്നത്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 2 പോയിന്റ്സ്. വേറെ 2 പോയിന്റുകളുടെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാവുന്ന എന്താണ്, ഒരു വരയിലെ ഒരു ബിന്ദുവാണ് 2 5. അപ്പൊ ആ ബിന്ദുവിനെ നമുക്ക് x1 y1 എന്നെടുക്കാം. പിന്നെ ഇതിലെ ചരിവ് -2/3 ആണെന്ന് പറയാം. അതിലെ വേറെ 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന സമവാക്യം എന്താ? അപ്പോൾ നമുക്ക് ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ ആദ്യം കണ്ടുപിടിക്കാം. അതിനെ നമുക്ക് xy എന്ന് എടുക്കാം. y2 - y1 = m × x2 - x1. ഇവിടെ എക്സും വൈയും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ y - y1 = m × x - x1. ഇവിടെ y1 ആയിട്ട് 5 ആണ്. അപ്പോൾ y - 5 = ഇനി m എത്രയാണ്? -2/3 അല്ലേ. അപ്പോൾ -2/3 × x - x1 എത്രയാണ്? 2. ഇനി എക്സിന് ഏത് വില വേണേലും ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന y എടുക്കുക. അതാണ് ഒരു കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എക്സിന് ഞാൻ 5 ഇട്ട് കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതേപോലെ എഴുതി. അപ്പോൾ 5 - 2 എന്താണ്? 3 അല്ലേ. അപ്പോൾ -2/3 × 3 എന്ന് വന്നു. y - 5 = ഈ 3 യും 3യും ക്യാൻസൽ ആയല്ലോ. അപ്പോൾ y = ഇവിടെ റൈറ്റ് സൈഡിൽ -2 ഉണ്ട്. -5 അപ്പുറത്ത് വന്നപ്പോൾ +5 ആയി. -2 + 5 എത്രയാണ്? 3 ആണ്. അപ്പോൾ എക്സിന് 5 കൊടുത്തപ്പോൾ വൈക്ക് 3 കിട്ടി. ഇപ്പോൾ ഒരു പോയിന്റ് ആയില്ലേ. എക്സിന് 5 കൊടുത്തപ്പോൾ വൈക്ക് 3 കിട്ടി. ഇനി ഇവിടെ എക്സിന് നമുക്ക് 8 കൊടുക്കാം. എക്സിന് 8 കൊടുക്കുമ്പോൾ അപ്പോൾ y - 5 = -2/3 × 8 - 2 എന്ന് എഴുതാം അല്ലേ. y - 5 = -2/3 × 8 - 2 6 അല്ലേ. 6/3 എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പോൾ y - 5 = -2 × 2 എന്ന് പറഞ്ഞാൽ -4. അപ്പോൾ y = -4. ഈ -5 അപ്പുറത്ത് വന്നപ്പോൾ +5 ആയി. -4 + 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എക്സിന് 8 ഇട്ട് കൊടുത്തപ്പോൾ വൈക്ക് 1 കിട്ടി. 2 പോയിന്റ്സ് ആയാല് മനസ്സിലായാലോ. ഇനി അടുത്ത ചോദ്യം ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 3 1 ഈസ് -1/2. അതായത് 3 1 എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ഒരു വരയുടെ ചരിവ് -1/2 ആണ്. ചെക്ക് വെദർ ദ പോയിന്റ്സ് ഗിവൺ ബിലോ ആർ ഓൺ ദിസ് ലൈൻ. നമുക്ക് ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ ഈ വരയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് 5 2. നമ്മുടെ വര ഇതാണ്. അതിലെ ഒരു പോയിന്റ് ആണ് 3 1. അതിന്റെ സ്ലോപ്പ് അഥവാ ചെരിവാണ് -1/2. അതിൽ ഈ വരയിൽ ഈ 5 2 എന്ന പോയിന്റ് കിടപ്പുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്നത് എന്താ? അപ്പോൾ ഇവിടെ ഒരു 5 2 നമുക്ക് എടുക്കാം. 5 2 എന്ന് എടുക്കാം. അപ്പോൾ 5 2 എടുക്കുമ്പോൾ y2 - y1 / x2 - x1 ആണ് m അല്ലേ. അപ്പോൾ ആ എമ്മിൻ്റെ വില എത്ര? ഇവിടെ -1/2 ആണ്. അത് നമുക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഈ പോയിന്റ് ഇവിടെ ഈ വരയിലല്ല. അതാണ് ആൻസർ. അപ്പോൾ y2 - y1 എന്ന് പറഞ്ഞാൽ ഇവിടെ y2 2 - 1
2 minus 1 by x2 minus x1. 5 minus 3. 5 minus 3 equal to 2 minus 1 എത്ര? 1 by 2. ഇത് മൈനസ് 1 by 2 1 by 2 സെയിം ആണോ? അല്ല, അല്ലേ? നോട്ട് ഈക്വൽ ടു മൈനസ് 1 by 2. അപ്പൊ എന്താ എഴുതാം? phi 2 is not a point on the line. Not a point on this line. ഈ വരയിലെ ബിന്ദു അല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് 10 ആണ്. അപ്പോൾ 10 ഈ വരയിലെ ബിന്ദു ആണോ എന്നാണ് നമുക്ക് നോക്കുക. നമുക്ക് അതാണെന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു m ആണല്ലോ, അല്ലേ? അപ്പോൾ y2 എന്ന് പറയുന്നത് 0, 0 മൈനസ് 1, 0 മൈനസ് 1 ബൈ 1 മൈനസ് 3. 0 മൈനസ് 1 എന്ന് പറയുന്നത് -1 ആണ്. 1 മൈനസ് 3 എന്ന് പറയുന്നത് -2 ആണ്, അല്ലേ? നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് 1 by 2 ആകും. ഇത് 1 by 2 മൈനസ് 1 by 2 സെയിം ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു -1 by 2. സോ ഇറ്റ് ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ. നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ. ഈ വരയിലെ ബിന്ദു അല്ല എന്ന് എഴുതാം. ഇനി മൂന്നാമത്തത് 4, 3. 4, 3. അപ്പൊ നമുക്കിവിടെ 4, 3 എന്ന് എടുക്കാം. ഈ 4, 3 അതിനകത്ത് ബിന്ദു ആണോ നോക്കാം. അതായത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു m എന്നാണല്ലോ. അപ്പൊ y2 3 ആണ്. 3 മൈനസ് 1 ബൈ x2 എന്ന് പറയുന്നത് 4, 4 മൈനസ് 3. 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ബൈ 4 മൈനസ് 3 എന്ന് പറയുന്നത് 1. 2 ബൈ 1 മൈനസ് 1 by 2 അല്ലല്ലോ. അപ്പൊ ഇതും നോട്ട് എ പോയിന്റ് ആയി. നോട്ട് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. വരയിലെ ബിന്ദു അല്ല. ഇനി നാലാമത്തെ പോയിന്റ് 2 മൈനസ് 1. 2 മൈനസ് 1. അപ്പൊ ഇവിടെ 2 മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ y2 മൈനസ് y1 അതായത് -1 മൈനസ് 1 ബൈ x2 മൈനസ് x1 2 മൈനസ് 3. -1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -2 ആണ് ബൈ 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആവും. 2 by 1 2 ആയി. ഇത് -1 by 2 അല്ലല്ലോ. അതുകൊണ്ട് ഇതും നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ എന്നെഴുതാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്. y1 y2 y3 എക്സെട്ര ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഒരു സമാന്തര ശ്രേണിയിലാണെങ്കിൽ 1 y1 2 y2 3 y3 എക്സെട്ര ഓൾ ലൈ ഓൺ ദ സെയിം ലൈൻ. ഇവയെല്ലാം ഈ ഒരു വരയിലാണ് കിടക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തെളിയിച്ചത്. ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒരു ലൈനിലാണ് കിടക്കുന്നതെന്ന് അവർ പറയാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അല്ല? ഇതെല്ലാം ഒരൊറ്റ വരയിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതായത് y2 മൈനസ് y1 ഈക്വൽ ടു, അവിടെ എങ്ങനെയാ കിട്ടിയത്? y2 മൈനസ് y1 ഈക്വൽ ടു m എന്ന് കിട്ടി. m ഇൻറ്റു 1 ആണ്. 1 എങ്ങനെ വന്നു? x2 മൈനസ് x1 2 മൈനസ് 1 m ഇൻറ്റു 1 അതായത് m തന്നെ. അത് തന്നെയാണ് y3 മൈനസ് y2ഉം ആ m തന്നെയാണ്. m ഇൻറ്റു 1 എന്നാണ് കിട്ടിയത്. കാരണം y3 മൈനസ് y2 ഈക്വൽ ടു m ഇൻറ്റു 3 മൈനസ് 2. 3 മൈനസ് 2 1 ആണ്. അതുപോലെ y4 മൈനസ് y3യും അങ്ങനെ തന്നെ m ഇൻറ്റു 1 വന്നു. ഇനി ഇവിടെ ഒരു ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് y2 മൈനസ് y1 എന്താ? രണ്ടാമത്തെ നിന്ന് ഒന്നാമത്തെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതല്ലേ കോമൺ ഡിഫറൻസ്? അല്ലെങ്കിൽ മൂന്നാമത്തെ നിന്ന് രണ്ടാമത്തെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ കോമൺ ഡിഫറൻസ് ആകുന്നത്? അല്ലെങ്കിൽ നാലാമത്തെ നിന്ന് മൂന്നാമത്തെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ കോമൺ ഡിഫറൻസ്? അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ദ കോമൺ ഡിഫറൻസ്, അല്ലേ? അല്ലെങ്കിൽ ചരിവും പൊതുവ്യത്യാസവും തുല്യമാണ് എന്നെഴുതാവല്ലോ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് x1 x2 x3 എക്സെട്ര അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. അതേപോലെ y1 y2 y3 എക്സെട്രയും ഒരു സമാന്തര ശ്രേണിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അത് തന്നെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് x1 y1 x2 y2 x3 y3 ഇവ ഒരൊറ്റ വരയിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ തെളിയിച്ചു. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്
ഈ പൊതുവ്യത്യാസം, ഇതിന് രണ്ടിലെയും പൊതുവ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിലെ പൊതുവ്യത്യാസത്തിന് D1 എന്നും എടുക്കാം, ഇതിലെ പൊതുവ്യത്യാസത്തിന് D2 എന്നും എടുക്കാം. എക്സുകളിലെ പൊതുവ്യത്യാസത്തിന് D1 എന്നും വൈകളിലെ പൊതുവ്യത്യാസത്തിന് D2 എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മൾ എന്താ നമ്മുടെ സമവാക്യം y2 മൈനസ് y1, ഈ രണ്ട് പോയിന്റ്സ് എടുത്താൽ y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 അല്ലേ. അല്ലെ, ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്താണ്? D2 ആണ്, ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 എന്താ? D1 ആണ് അല്ലേ. ഇനി y3 മൈനസ് y2 ഈക്വൽ ടു m ഇൻറ്റു x3 മൈനസ് x2 ആണല്ലോ. ഇവിടെയും y3 മൈനസ് y2 എന്ന് പറയുന്നത് സെയിം D2 തന്നെയല്ലേ. m ഇൻറ്റു x3 മൈനസ് x2 എന്ന് പറയുന്നത് സെയിം D1 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസത്തെ സ്ലോപ്പ് കൊണ്ട്, ചരിവ് കൊണ്ട് ഗുണിച്ചാൽ മതി. കിട്ടിയല്ലോ. ഇനി ആറാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യമാണ്, ഫൈൻഡ് അനദർ പോയിന്റ് ഓൺ ദ ലൈൻ ത്രൂ 1, 3 വിത്ത് സ്ലോപ്പ് 1/2. അതായത് ഒരു വരയിലെ ഒരു ബിന്ദുവാണ് 1, 3, അതിന്റെ ചരിവ് 1/2 ആണെങ്കിൽ അതിൽ വേറൊരു ബിന്ദു കണ്ടുപിടിക്കണം. ഇനി അതേ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന മറ്റൊരു വരയുടെ സ്ലോപ്പ് -2 ആണെങ്കിൽ അവിടെയും ഒരു ബിന്ദു കൂടി കണ്ടുപിടിക്കണം. രണ്ട് കേസാണ് ഉള്ളത്, രണ്ടിടത്തും ഓരോ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതിനെ XY എന്ന് എടുത്തു. XY എന്ന് എടുത്തു കഴിയുമ്പോൾ ഇവിടെ അപ്പൊ നമുക്ക് എന്തെഴുതാം? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 നമുക്കറിയാവുന്നത്. അപ്പോൾ y മൈനസ് y1 എത്ര? 3 ഈക്വൽ ടു m എത്രയാണ്? സ്ലോപ്പ് 1/2 ഇൻറ്റു x മൈനസ് x1 എത്ര? 1 അല്ലേ. നമുക്കിഷ്ടമുള്ള വിലകൾ എക്സിന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എക്സിന് 3 കൊടുക്കുന്നു, ബാക്കിയെല്ലാം അതേപോലെ എഴുതുന്നു. y മൈനസ് 3 ഈക്വൽ ടു 1/2 ഇൻറ്റു 3 മൈനസ് 1. ഇപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു 1/2 ഇൻറ്റു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 2 2 ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ. അല്ലെങ്കിൽ y ഈക്വൽ ടു 1 മൈനസ് 3 ഇപ്പുറത്ത് വന്നപ്പോൾ +3 ആയി. 1 + 3 എന്ന് പറയുന്ന 4 ആയി അല്ലെ. അപ്പൊ പോയിന്റ് എന്താണ്? എക്സിന് 3 കൊടുത്തപ്പോൾ വൈക്ക് 4 കിട്ടി. അപ്പൊ 3, 4 ആണല്ലോ നമ്മുടെ പോയിന്റ്. ഇനി ഇതേ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന, അതായത് 1, 3 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന, എന്നാൽ സ്ലോപ്പ് -2 ആയിട്ടുള്ള ഒരു ലൈൻ, അതാണ് സെക്കൻഡ് കേസ്. സ്ലോപ്പ് -2 വരണം, ഈ 1, 3 കൂടെ തന്നെ പാസ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്കറിയാവുന്നത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ്. y മൈനസ് y1 എത്രയാണ്? 3 ആണ്. ഈക്വൽ ടു m എന്ന് പറയുന്ന -2 ആണ്. x മൈനസ് x1 എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ ഇവിടെ ഞാൻ എക്സിന് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കണം. നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്സിന് ഒരു നെഗറ്റീവ് വാല്യൂ -1 കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് അതേപോലെ എഴുതുക. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു -2 ഇൻറ്റു -1 -1. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു -2 ഇൻറ്റു -1 -1 എന്ന് പറഞ്ഞാൽ -2 ആണല്ലോ അല്ലെ. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. 2 2s are 4 ആവും. അപ്പോൾ y ഈക്വൽ ടു 4 -3 അപ്പുറത്ത് പോയപ്പോൾ +3 ആയി. അതായത് y ഈക്വൽ ടു 7 കിട്ടിയല്ലോ. അപ്പോൾ എക്സിന് -1 കൊടുത്തപ്പോൾ വൈക്ക് 7 കിട്ടി. രണ്ട് ലൈനിലെയും ഓരോ പോയിന്റ്സ് വീതം കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൈതഗോറസ് തിയറം എന്താണ്? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1, 3 എന്ന പോയിന്റ് രണ്ട് പേർക്കും കോമൺ ആണല്ലോ അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് ആ രണ്ട് ലൈൻസ് എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് ആണ് 1, 3 എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ മറ്റേ പോയിന്റ് ഏതാണ്?
ഒന്ന് -1 7ഉം ഇത് ആക്സസുകളല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 3 4 അല്ലേ. ഇനി ഇവ തമ്മിൽ ജോയിൻ ചെയ്യുക. റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമല്ലോ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആകണമെങ്കിൽ എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആകണമല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. എ ബി സി. നമുക്ക് ഈ 3 ലെങ്ത്തുകളും കണ്ടുപിടിക്കണം. അതായത് എ ബി നമുക്ക് ആദ്യം കാണാം. എ ബി കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഓർക്കുന്നുണ്ടല്ലോ. √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ -1 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 7 - 3 ഹോൾ സ്ക്വയർ. ഇപ്പൊ എത്ര വന്നു? √(-1 - 1) എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ സ്ക്വയർ പ്ലസ് 7ന് 3 പോകുമ്പോൾ 4, 4ന്റെ സ്ക്വയർ. ഇനി -2ന്റെ സ്ക്വയർ 4 ആണല്ലോ. 2ന്റെ സ്ക്വയർ 4. ഏത് നെഗറ്റീവ് നമ്പർ വന്നാലും സ്ക്വയർ പോസിറ്റീവ് ആണ്. 4ന്റെ സ്ക്വയർ 16. 16 4 20. √20 എന്ന് വന്നല്ലോ. ഇനി ബി സി കാണാം. ബി സി കാണാൻ വേണ്ടി x2 - x1 ഹോൾ സ്ക്വയർ 3 - 1. എക്സുകൾ കുറയ്ക്കുക, സ്ക്വയർ കാണുക. വൈകൾ കുറയ്ക്കുക, 4 - 3 സ്ക്വയർ കാണുക. അപ്പൊ എക്സുകൾ കുറയ്ക്കുമ്പോൾ 3ൽ നിന്ന് 1 പോകുമ്പോൾ 2, 2 സ്ക്വയർ പ്ലസ് 4ൽ നിന്ന് 3 പോകുമ്പോൾ 1, 1 സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1 √5 എന്ന് കിട്ടിയല്ലോ. ഇനി എ സിയും കൂടെ കാണാം. എ സി എന്ന് പറയുമ്പോൾ ഈ പോയിന്റുകൾ രണ്ടുമാണ് അല്ലെ. അപ്പൊ എക്സുകൾ തമ്മിൽ കുറയ്ക്കുക. -1 - 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കുക. 7 - 4 ഹോൾ സ്ക്വയർ. 2 നെഗറ്റീവ് ആണ്. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇപ്പൊ -4ന്റെ സ്ക്വയർ പ്ലസ് 7ൽ 4 പോകുമ്പോൾ 3 സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9. √25 എന്ന് വന്നല്ലോ. ഇനി നമുക്ക് പൈതഗോറസ് തിയറം എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എ സി ആണ് അല്ലെ. അപ്പൊ എ സി എന്ന് പറയുന്നത് √25 ആണ്. അപ്പൊ എ സി സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ ബി സി. ബി സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √5ന്റെ സ്ക്വയർ പ്ലസ് എ ബിയുടെ സ്ക്വയർ, ലംബത്തിന്റെ സ്ക്വയർ √20യുടെ സ്ക്വയർ. നമുക്കിത് തുല്യമാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. തുല്യമായിട്ട് കിട്ടിയാൽ ഈ 2 വരകളും ലംബങ്ങളാണ്. ഈ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ തുല്യമാന്ന് ഇപ്പൊ എടുക്കുന്നു, പിന്നെ തുല്യമല്ലെങ്കിൽ അല്ലാന്ന് ഇടും. ഇപ്പൊ √25ന്റെ സ്ക്വയർ, റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് നമ്പർ മാത്രം എഴുതുക. 5 പ്ലസ് 20 അല്ലെ. 5ഉം 20ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ 25. അപ്പൊ കറക്റ്റ് അല്ലേ. അതായത് എന്താണ്? ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അല്ലെങ്കിൽ എന്തെഴുതാം? വരകൾ ലംബങ്ങളാണ്. ലംബം എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി. മനസ്സിലായല്ലോ. 6 ചോദ്യങ്ങൾ എഴുതി പഠിക്കുക.